അങ്ങനെ വി ഡി സതീശൻ സർക്കാർ ഇന്നലെ മുതൽ ചലിച്ചു തുടങ്ങി. ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. അപ്പോൾ ആരംഭത്തിലെ തന്നെ ചില കല്ലുകടി ആരോപണങ്ങൾ ഉയരുകയാണ് സർക്കാരിൻ്റെ ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെതിരെ. പ്രത്യേകിച്ചും വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് CPM നേതാവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസാണ്. അദ്ദേഹം പറയുന്നതെന്നല്ല, വന്ദേമാതരം മുഴുവൻ സ്റ്റാൻസായും ചൊല്ലുന്നത് അംഗീകരിക്കില്ല എന്ന നയനിലപാട് നേരത്തെ എടുത്തവരാണ് കോൺഗ്രസ്സുകാർ. അത് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള വേദിയിൽ അത് തന്നെ തെറ്റിച്ചുവെന്ന് റിയാസ് ഒരു ആരോപണം നടത്തുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉയരുന്നു. ഒപ്പം തന്നെ വി ഡി സതീശൻ സത്യപ്രതിജ്ഞയുടെ സത്യവാചകം ചൊല്ലിയപ്പോൾ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞതിൽ ആ ജാതിവാല് കൂട്ടിയതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മേനോൻ എന്ന് സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തൊക്കെ വി ഡി സതീശൻ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പൂർണ്ണമായും അദ്ദേഹം എന്തിനു പറഞ്ഞു എന്ന ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായത് ചെറിയ കല്ലുകടിയായി എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ആദ്യം സംസാരിക്കുകയാണ്. സാറിന് എന്ത് തോന്നി ഈ രണ്ട് കാര്യങ്ങളിൽ എന്താണ് അഭിപ്രായം? അതിൽ വന്ദേമാതരം ഞാൻ ഇന്നലെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പിന്നെ വന്ദേമാതരം ചൊല്ലിയ സമയത്ത് മുഴുവൻ സ്റ്റാൻസയും ചൊല്ലി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്നത് ഗവർണേഴ്സ് ഓഫീസാണ്. ഗവർണേഴ്സ് ഓഫീസ് പ്ലസ് ഗവൺമെൻറ്റിൻ്റെ ഈ പിന്നെ പ്രോട്ടോകോൾ വിഭാഗവുമാണ്. അവർ ചേർന്നിട്ടാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. അതിൻ്റെ കൊറിയോഗ്രഫിയൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നമ്മൾക്കിപ്പോൾ നിലവിലുള്ള ഒരു പ്രോട്ടോകോൾ നിർദ്ദേശം എന്താണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഇത് മുഴുവൻ സ്റ്റാൻസയും പാടണമെന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് പ്രോട്ടോകോളാണ്. ഗവൺമെൻറ് തീരുമാനിച്ചിട്ട്, ഹോം മിനിസ്ട്രി തീരുമാനിച്ചിട്ട് പുറപ്പെടുവിച്ച ഒരു പ്രോട്ടോകോളാണ്. അല്ലാതെ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളല്ല. എന്നുവെച്ചാൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് എടുക്കാനോ അത് ആ നിലയിൽ ഒരു ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് പോകാനോ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വേണമെങ്കിൽ ഗവൺമെൻറ്റിന് സ്വന്തം നിലയ്ക്കൊരു കേസ് എടുക്കാം, ആ കേസ് കോടതിക്ക് പരിശോധിക്കാമെന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഓർഡർ പ്രകാരമുള്ള പ്രോട്ടോകോൾ അനുസരിച്ചല്ല നടത്തിയത് എന്ന പേരിൽ വേണമെങ്കിൽ ഒരു കേസ് എടുക്കാം, അങ്ങനെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് ആ പ്രോട്ടോകോൾ അനുസരിച്ച് ബിഹേവ് ചെയ്യാത്ത ആളുകൾക്കെതിരെ കേസ് എടുക്കുകയൊക്കെ ചെയ്യാമായിരിക്കും. പക്ഷേ അത് ലീഗലി ബൈൻഡിങ് അല്ല. ലീഗലി ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാപരമായി ഇപ്പോൾ ആർട്ടിക്കിൾ 51A പ്രകാരമാണ് നമ്മുടെ നാഷണൽ എംബ്ലംസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആന്തത്തിൻ്റെയൊക്കെ പ്രോട്ടോക്കോളുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരം നാഷണൽ സോങ് അതിൽ വരില്ല, അത് അവിടെ മെൻഷൻ ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ദേശീയ ഗാനം പോലെയല്ല അതെ വന്ദേമാതരം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വന്ദേമാതരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെയുള്ള സംഗതിയാണ്. അതിൻ്റെ മുഴുവൻ സ്റ്റാൻസയും ചൊല്ലിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഒരു ദേവതയോട് ഉപമിക്കുന്ന തരത്തിലുള്ള വരികളാണ് അതിൽ വരുന്നത്. അത് പലർക്കും അൺആക്സെപ്റ്റബിളാണ്, അസ്വീകാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവൻ പാടേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന പാർട്ടികളിൽ ഒന്നാണ് കോൺഗ്രസ്. സ്വാഭാവികമായിട്ടും അത് 1937 പിന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ തീരുമാനിച്ച കാര്യമാണ്. അത് പിന്നീട് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് വരികയും ചെയ്തത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അത് മുഴുവനായിട്ട് തന്നെ ചൊല്ലണം എന്നുള്ള തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വരികയും ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇതിൽ ഗവർണറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അത് ചൊല്ലാൻ തീരുമാനിക്കുന്നു എന്ന് വരികിൽ അത് എതിർക്കാം, വേണമെങ്കിൽ അത്രയും വേണ്ട എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ എതിർത്തിട്ട് ഞങ്ങൾ ഇത്രയേ ചൊല്ലുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ചടങ്ങിൽ തന്നെ അത് ഗവർണർ ഓഫീസും പിന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ടസിലേക്ക് ആദ്യം തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒഴിവാക്കാനായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു പൊളിറ്റിക്കലി അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല. അതങ്ങനെ മുഴുവൻ സ്റ്റാൻസിയും ചൊല്ലണം
അല്ലെങ്കിൽ ചൊല്ലാം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനോ കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരിനോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അവർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. അവരുടെ നയത്തിൽ അത് തന്നെയാണ് ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയത്തിൽ അതിലെ ആദ്യത്തെ 2 സ്റ്റാൻഡ്സ് അവരെ ചൊല്ലേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഗവർണർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ചടങ്ങാണ്. ഗവർണർ പങ്കെടുക്കുന്ന ഇത്തരം ചടങ്ങുകളിൽ ആദ്യവും അവസാനവും 2 തവണ വന്ദേമാതരം പാടണം, അതിനുശേഷം നാഷണൽ ആന്തം വരണം എന്നുള്ളതാണ് ചട്ടം. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രോട്ടോകോൾ. അത് പാലിച്ചതാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് വേണമെങ്കിൽ അത് കട്ട് ഡൗൺ ചെയ്യാം, അത് ഷോർട്ടൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ആ തീരുമാനത്തിലേക്ക് ഈ ഗവൺമെൻറ് ഈ ഘട്ടത്തിൽ പോയില്ല. പക്ഷേ അതേസമയം സൈഫ് നമ്മൾ കാണേണ്ടത് മറ്റൊരു കാര്യത്തിൽ ഗവർണറുടെ നിലപാടിനെതിരെ ഒരു നിലപാട് അവർക്ക് എടുക്കാനും കഴിഞ്ഞു. അതെന്താണ്? ആ വേദിയിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു ഗവർണറുടെ ആവശ്യം. അതായത് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി വേദിയിൽ കയറി വരികയും മൊത്തത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. സാധാരണ നിലയിലുള്ള സത്യപ്രതിജ്ഞയുടെ സ്വഭാവമേ ആയിരുന്നില്ല അതിന്. അപ്പോൾ അതുപോലെ കേരളത്തിൽ അത് നടക്കരുത് എന്നുള്ളതുകൊണ്ട് വളരെ നിർബന്ധമായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരും മറ്റുള്ളവരും അല്ലാതെ മറ്റാരും അവിടെ പങ്കെടുക്കരുത്, ഗവർണറും സ്റ്റാഫും അല്ലാതെ മറ്റാരും പങ്കെടുക്കരുത് എന്നൊരു നിലപാട് ഗവർണർക്കുണ്ടായിരുന്നു. ഗവൺമെൻറ് പക്ഷേ അത് അനുവദിച്ചില്ല. അത് മറ്റുള്ളവർക്ക് കൂടി പ്രവേശിക്കാനുള്ള, അതായത് പ്രതിപക്ഷ നേതാക്കൾക്ക് വരെ ഇരിക്കാനും മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിമാർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു. എന്തിന്? നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കടന്നപ്പള്ളി രാമേന്ദ്രൻ വരെ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം നടപ്പാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതിനോട് ഒരു നിലപാടെടുത്ത് അത് മുഖ്യമന്ത്രി സതീശൻ്റെ തന്നെ തീരുമാനമായിരുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റത് ഗവൺമെൻറ്റിന് പൂർണ്ണമായും ഒരു നിയന്ത്രണത്തിലുള്ള കാര്യമില്ല. പിന്നെ ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പ്രയോഗം, ആ പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്കും അത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യം. വി ഡി സതീശൻ എന്ന ഞാൻ എന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്നതിലേക്ക് നയിച്ചത് എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ പേരാണ്, ശരിയാണ്. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ കൊടുത്തിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ ഒക്കെയുള്ള പേരാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുള്ളത്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ വി ഡി സതീശൻ എന്ന ഞാൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ വി ഡി സതീശൻ എന്ന ഞാൻ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതിനൊരു പഞ്ച് കൂടി വരട്ടെ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ഫുൾ നെയിം പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പുതിയ കാലത്ത് അതാണല്ലോ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു സംഗതി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലൊരു വരണം അല്ലേ, ഒരു പഞ്ച് വരണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യം? ഞാൻ വിചാരിക്കുന്നത് ഒരു ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ പറയുന്ന അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ NSS ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കുന്ന നിലപാടുണ്ട്. ഈ സർക്കാരിന് പിന്നിൽ അണിനിരക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നൊരു നിലപാട് അല്ലേ. മുസ്ലിം ലീഗിനെ മുൻനിർത്തി ആ വിഭാഗങ്ങൾ, സാമുദായിക വിഭാഗങ്ങൾ മാത്രമാണ് ഈ സർക്കാരിൻ്റെ ശക്തി എന്ന നിലയിൽ വീണ്ടും അങ്ങനെ ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിനത് വീണ്ടും അല്ല, ഞാൻ ഇങ്ങനെ ഒരാളാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കലി അങ്ങനെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം, എനിക്ക് യോജിക്കാൻ കഴിയുന്നല്ല, ഞാൻ ഒരു ജാതി പേര് ഒരാളുടെ പേരിനോട് കൂട്ടിച്ചേർക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ജിൻഡോ ഇട്ട പോസ്റ്റിനോടൊപ്പമാണ് ഞാൻ. നമ്മളെങ്ങനെ അറിയപ്പെടുന്നോ അതുപോലെ പറയുന്നതാണ് നമുക്ക് നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്നതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു എന്ന് വരരുത്. എനിക്ക് അങ്ങനെ ഓരോരുത്തർക്കും ജാതി പറയാനുണ്ടാവും. അവരുടെ പേരിനോടൊപ്പം ചേർത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവിൻ്റെ പേരിൻ്റെ കൂടെ ജാതി വരുന്നത്, എൻ്റെ പിതാവിൻ്റെ പേര് കൂടിയും ജാതിയുണ്ട്. ഞാൻ ഒരിക്കലും അത് എനിക്ക് ഒരിടത്തും അത് പിന്നെ ഉദ്ധരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് പറയാണ്, ഞാൻ അതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിലുണ്ടെങ്കിൽ അത് അദ്ദേഹം തെളിയിക്കേണ്ട, ഭാവിയിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് അത്രേ പറയാൻ പറ്റും. അജിംസ, ഈ വന്ദേമാതരം ചൊല്ലിയതിനെതിരെ CPM ൽ നിന്ന് കാര്യമായ വിമർശനം ഉയർത്തിയത് PA മുഹമ്മദ് റിയാസ് മാത്രമാണ്. മുതിർന്ന നേതാക്കളുടെയൊന്നും ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചതായി കാണുന്നില്ല. അങ്ങനെയെങ്കിൽ റിയാസ് ആ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നലുണ്ടോ? പിന്നെ ഈ ദാമോദരൻ മേനോൻ സതീശ് എന്ന പ്രയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രണ്ട് കാര്യം. PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം സാധുതയുള്ളതെന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്രതികരണത്തിൽ സാധുതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വന്ദേമാതര വിഷയം കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ 3-4 തവണ ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബംഗാൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്.
വന്ദേമാതരത്തിന് നിയമപരമായ ഒരു പിൻബലമില്ല. അതിന് പകരം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മറ്റേ ദേശീയ ഗാനത്തിനും ദേശീയ പതാകയ്ക്കും ഭരണഘടനാപരമായ പിന്തുണയുണ്ട്. പിന്നെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നതിൽ ആ രണ്ടെണ്ണത്തിന് പ്രൊട്ടക്ഷനുണ്ട് നിയമപരമായി. 71 നിയമപ്രകാരം പ്രൊട്ടക്ഷനുണ്ട്. വന്ദേമാതരം ഇതിലൊന്നും പെടുന്നുണ്ടായിരുന്നില്ല. വന്ദേമാതരത്തെ ഇപ്പോൾ ഈ ദേശീയ ചിഹ്നമായി അംഗീകരിക്കുകയും അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് നിർബന്ധമായും അതിൻ്റെ പൂർണ്ണ സ്റ്റാൻസുകളും ചൊല്ലണം എന്നുള്ള കേന്ദ്ര ഓർഡർ ഇറക്കുകയാണ് ചെയ്ത് 6 മാസം മുമ്പ്. അത് ബംഗാൾ ഇലക്ഷൻ വരാൻ പോകണം, അതിന് മുന്നോടിയായിട്ടുള്ളതാണ്. നമ്മളന്ന് ഇവിടെ വിശകലനം ചെയ്തതാണ്. അപ്പോൾ അതേ തുടർന്ന് വലിയ തോതിലുള്ള കോലാഹലങ്ങളുണ്ടായി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വീട്ടിലേക്ക് റോഡ് ടാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സുവേന്ദു അധികാരിയൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിരുന്നു അന്ന് അവിടെ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ലക്ഷ്യം എന്താണ്. ബംഗാൾ കത്തിക്കുക എന്നുള്ള BJPയുടെ ലക്ഷ്യമാണ് അത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞു, ബംഗാൾ BJP പിടിച്ചു. ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിൽ, 5 സംസ്ഥാനം, പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനമുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഈ 4 സംസ്ഥാനങ്ങളിലും സ്വിയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞു. ആരെങ്കിലും അസമിലും ബംഗാളിലും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ വന്ദേമാതരം ചൊല്ലിയോ എന്ന് അന്വേഷിച്ചോ? അതിലാർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നില്ലല്ലോ. ഞെട്ടിക്കുന്നൊരു സത്യം, അസമിലും ബംഗാളിലും ഈ പറയുന്ന വന്ദേമാതരം ആലപിക്കാതെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇത് നടന്നത് വന്ദേമാതരം ആലപിച്ച 2 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ഈ രണ്ടും നോൺ BJP ഗവൺമെൻറ്റുകളാണ് അധികാരത്തിൽ വരുന്നത്. ഇനി വേറൊരു കൗതുകം, ഈ 2 സംസ്ഥാനങ്ങളിലെയും ഗവർണർ ഒരാളാണ്, രാജേന്ദ്ര അർലേക്കറാണ്. ഓക്കെ, രാജേന്ദ്ര അർലേക്കർ ആരാണ്? കടുത്ത RSSകാരനാണ്. സാധാരണ ഗവർണർ അനുസരിച്ച ആളെ പോലെയല്ല, വർഷങ്ങളായി RSS പാരമ്പര്യത്തിൽ വളർന്നു വരുന്ന ഒരാളാണ്. യെസ്, അപ്പോൾ രാജേന്ദ്ര അർലേക്കർ എന്ന ഗവർണർക്കാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പൂർണ്ണ ചുമതല. ഈ പൂർണ്ണ ചുമതല എന്നിരിക്കെ രാജേന്ദ്ര അർലേക്കർ എന്ന RSSകാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, അതിലും കൂടിയ സംഖ്യയാണ്. അങ്ങനെ ഒരു ഗവർണർ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു രാഷ്ട്രീയ ജാഗ്രത UDFനോ കോൺഗ്രസിനോ VD സതീശനോ അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടായില്ല. ആ രാഷ്ട്രീയ ജാഗ്രത അവരെവിടെയാണ് പ്രകടിപ്പിച്ചത്? രാഹുൽ ഗാന്ധിയെ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിലും ആ സ്റ്റേജിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലാത്തവർ ഇരുത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. കാരണം ഈ പരിപാടിയുടെ മുഴുവൻ പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്ന ഗവർണറാണ്, രാജ്ഭവനാണ്, ലോക്ഭവനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും മറ്റുള്ളവരെയൊക്കെ കയറ്റണം, പിണറായി വിജയനെയൊക്കെ കയറ്റണം എന്ന കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. അതിൽ ഗവർണറുടെ പ്രോട്ടോക്കോളിനെ ലംഘിക്കാനും അവിടെ തർക്കിക്കാനും അവരുമായി ഡിബേറ്റ് ചെയ്യാനും ആര് തയ്യാറായി? VD സതീശനും കൂട്ടരും തയ്യാറായി. പക്ഷേ ഈ വന്ദേമാതരത്തിൻ്റെ കാര്യം അവർക്കറിയില്ലേ? കഴിഞ്ഞ 6 മാസമായി രാജ്യത്ത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വന്ദേമാതരത്തിൻ്റെ ഇമ്പോസിഷൻ എന്നിരിക്കെ ഇത് ഞങ്ങൾ ഈ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ, 6 സ്റ്റാൻസ് ഇവർ പാടുമല്ലോ, ഇവരതിനു വേണ്ടിയാണല്ലോ ഇത് ഉൾപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത ഇവർക്ക് ഉണ്ടാവണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതാണ് റിയാസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതായത് ഗവർണറുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് വന്ദേമാതരം പാടിയത്, ശരി, അതിലൊരു തീരുമാനത്തിന് UDFനോ കോൺഗ്രസിനോ VD സതീശനോ ഒന്നൊരു പങ്കുമില്ല. പക്ഷേ ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയുടെ ഓർക്കസ്ട്രേഷനിൽ അവർക്ക് സംശയം ഉന്നയിക്കാനും അതിൽ ഗവർണറുടെ എതിർപ്പ് ഉന്നയിക്കാനും അവർക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല? ഇതൊരു ക്വസ്റ്റ്യനാണ്. കാരണം വന്ദേമാതരത്തെക്കുറിച്ച് കോൺഗ്രസ്സിന് പതിറ്റാണ്ടുകളായി പരമ്പരാഗതമായുള്ളൊരു നിലപാടുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് മാത്രമേ പാടേണ്ടതുള്ളൂ, മറ്റ് സ്റ്റാൻസുകൾ സർവാംഗീകൃതം അല്ല, എല്ലാവർക്കും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പേ കോൺഗ്രസ് ത്യജിച്ച ഒരു കാര്യമാണ്. അത് ഇവരുടെ മേൽ, കോൺഗ്രസിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തരം ക്രൂരമായ സാഡിസ്റ്റിക് പൊളിറ്റിക്കൽ മെൻറ്റാലിറ്റിയാണ്. ആ പൊളിറ്റിക്കൽ മെൻറ്റാലിറ്റി രാജേന്ദ്ര അർലേക്കറിന് മുതൽ ഇവിടുത്തെ സുമേഷ് കാവിപ്പടയ്ക്ക് വരെയുണ്ട്. ഒരു കന്നഡ വെച്ചൊരു സംഗീത നിരീക്ഷകൻ പോസ്റ്റ് ചെയ്തത് ഈ വന്ദേമാതരം പാടുമ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ഫോട്ടോ വെച്ചിട്ടാണ് അയാൾ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതേ സെയിം മനോഭാവമാണ് ഗവർണർ അർലേക്കറുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത വേണമെന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ ബംഗാളിലും അസമിലും അവർക്ക് പ്രശ്നമില്ലാത്ത വന്ദേമാതരം തമിഴ്നാട്ടിലും കേരളത്തിലും എന്തിനും അടിച്ചേൽപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻ ചോദിക്കപ്പെടണ്ടേ? അത് ഉന്നയിക്കപ്പെടണ്ടേ? അത് ഗവർണറോട് ചോദിക്കണ്ടേ? അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ എന്തിനാണ് ഇതെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനുള്ള മാൻഡേറ്റ് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ 102 MLAമാരുമായിട്ട് UDFന് നൽകിയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ വന്ദേമാതരത്തിൻ്റെ ലീഗൽ സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെന്തുകൊണ്ട് കോൺട്രവേഴ്ഷ്യൽ ആവുന്നു, അതെന്തുകൊണ്ട് സർവാംഗീകൃതമാവുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. വന്ദേമാതരം എന്ന സോങ് ഉണ്ടാവാൻ ഇടയായ കാരണം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുമ്പ് ഈ പറയുന്ന ഭാരത് മാത എന്ന സങ്കല്പം ഉയർന്നു വരുന്നു. ഭാരത് മാത എന്ന സങ്കല്പം തന്നെ ഇന്ത്യൻ സങ്കല്പമല്ല, അത് ബ്രിട്ടാനിക്ക എന്ന ബ്രിട്ടീഷ് സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എംപയറിനെ ഒരു സ്ത്രീയായി ഗണിച്ചുകൊണ്ടുള്ളൊരു കാവ്യസങ്കല്പമാണ്. അതിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ ഭാരത് മാത എന്ന സങ്കല്പം. അതൊട്ടും ഭാരതീയമല്ല ഭാരത് മാത എന്ന സങ്കല്പം. അപ്പോൾ ഈ ഭാരത് മാത എന്ന സങ്കല്പം പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കുകയും
അപ്പോൾ ഭാരത് മാതായ്ക്ക് വേണ്ടി ഒരു ഗാനം വേണമെന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ഇത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവരെ അത് അഡോപ്റ്റ് ചെയ്യുന്നത് വരെ ബംഗാളിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു നോവൽ അത്ര പ്രശസ്തമല്ല, ഇന്ത്യയിൽ ആരും വായിച്ചിട്ടില്ലാത്ത, അധികം വായിക്കപ്പെടാത്തൊരു നോവലാണ്. ആ നോവൽ ഇത് അഡോപ്റ്റ് ചെയ്തതോടുകൂടി ഈ വരികളിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എതിർപ്പ് ഉയർത്തിയപ്പോൾ ഈ നോവൽ കൂടി ചർച്ചയായി. ഈ നോവൽ അതിലും വലിയ പ്രശ്നമാണ്. ഈ നോവലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ബ്രിട്ടീഷ് എംപയറിനെതിരെ നടന്നിട്ടുള്ള വലിയ റെബലിയനുണ്ട്. ബംഗാളിൽ നിന്നുള്ള റെബലിയൻ. ആ റെബലിയന് നേതൃത്വം കൊടുത്തത് ഹിന്ദു സന്യാസിമാരും മുസ്ലിം ഫക്കീർമാരും ഒരുമിച്ചാണ്. ഇവരൊരുമിച്ച് അവിടുത്തെ ബംഗാൾ നിസാമിനും ബ്രിട്ടീഷ് എംപയറിന് നടത്തി വലിയ സായുധ കലാപമുണ്ട്. ആ സായുധ കലാപത്തിൻ്റെ പ്ലോട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. 18ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. ഈ ഹിന്ദു മുസ്ലിം സന്യാസിമാർ ഒരുമിച്ച് നടത്തിയ സായുധ വിപ്ലവത്തെ ബങ്കിം ചന്ദ്ര ചാറ്റർജി വക്രീകരിച്ച് അത് നൈസാമിനെതിരെ ഹിന്ദു സന്യാസിമാരുടെ റെബലിയനാക്കി മാറ്റി. ഇതാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയിൽ നിന്ന് ഒരു വര നേരെ വരച്ചാൽ അത് ഇന്നത്തെ RSSലാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യലായ ഒരു കൃതിയിൽ നിന്ന് കോൺട്രവേഴ്ഷ്യലായ ഒരു ഗാനം എടുത്തിട്ടാണിത് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇതിനുവേണ്ടി വാദിച്ചവരുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സർവാംഗീകൃതമായ ദേശീയഗാനമാക്കി മാറണമെങ്കിൽ അതിലെ വിവാദപരമായ സ്റ്റാൻസ് ഒഴിവാക്കി അത് 2 സ്റ്റാൻസ് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചത്. അതിന് ഭരണഘടനാ പദവി ഇപ്പോഴുമില്ല, നിയമപരമായ പദവിയില്ല, ആകെയുള്ളത് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഇമ്പോസിഷനാണ്. എവിടെ? തമിഴ്നാടിൻ്റെയും കേരളത്തിലെയും തലയിലേക്ക് ഇമ്പോസിഷൻ ചെയ്യുകയാണ്. വിജയ്ക്ക് അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിനില്ല. DMK അതവിടെ വലിയ പ്രശ്നമാക്കി. DMK അത് ചൂണ്ടിക്കാട്ടി. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വന്ദേമാതരം ആദ്യം ചൊല്ലി, ദേശീയഗാനം ചൊല്ലി, പിന്നീടാണ് അവർ തമിഴ് ദേശീയഗാനം ചൊല്ലിയത്. അതാണ് അവർ ചൂണ്ടിക്കാട്ടി. സാധാരണ തമിഴ്നാട്ടിലെ ചടങ്ങുകളിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം പാടുന്നത് തമിഴ് ദേശീയഗാനമാണ്. അതാണ് അവർ പ്രശ്നമാക്കിയത്. പിന്നെ ആഥവ് അർജുന TVKയുടെ നേതാവ്, അദ്ദേഹം അത് വിശദീകരിച്ചു, എന്തൊക്കെയോ പറഞ്ഞ് വിശദീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെ വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റാണ്. ഇവിടെ ആകെ മുഹമ്മദ് റിയാസിന് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. വേറെ പ്രതിപക്ഷത്തു നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗവർണർ പിണറായി വിജയനോട് എത്രമാത്രം അനിമോസിറ്റി കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി UDFനോട് കാണിക്കും. അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് സതീശൻ പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ള ഈ പറയുന്ന വന്ദേമാതരം ചൊല്ലുമ്പോൾ മൂകസാക്ഷികളായി ചുണ്ടനക്കാതെയൊക്കെ നിൽക്കാം എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് ഒരു നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവാമെന്നുള്ളതാണ് UDFൻ്റെയും സതീശൻ്റെയും പ്ലാനെങ്കിൽ അത് ജനങ്ങളത് തിരുത്തും. കോൺഗ്രസ്സുകാർ തന്നെ തിരുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്കുള്ള പ്രശ്നം വെച്ചാൽ വന്ദേമാതരം അവർക്ക് കൂടി ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്. അവർ ഉപയോഗിച്ചിട്ടുള്ള പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അവർ ഉപയോഗിച്ചുള്ള ഇത് ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങളുടെയാക്കാൻ ശ്രമിക്കും. അപ്പോഴും ഈ ചില പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ദേശീയ തലത്തിൽ അവർ സ്വീകരിച്ചുള്ള നിലപാടല്ല ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം സതീശൻ്റെ മേനോൻ പരാമർശമാണ്. ഇതേ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, ആ കാർഡ് അച്ചടിച്ച് കൊടുക്കുന്നത്. ഇവരാരും അത് UDFകാരും അച്ചടിച്ചതല്ല, അത് സതീശൻ അച്ചടിച്ചിട്ടില്ല. സതീശൻ ആദ്യം ആ കാർഡ് കാണുന്നത് തന്നെ എന്താണ്, ഗവർണറുടെ ഭാഗമായിട്ട് കളക്ടർ ആരും എടുത്ത് കൊടുക്കുമ്പോഴാണ് അത് വരെ കാണുന്നത്. ഈ മേനോൻ, ഞാൻ വിചാരിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ സതീശൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. അച്ചടിച്ച് വായിച്ചു ഇപ്പോൾ ഒന്നും പറയാനില്ല, പിന്നെ അങ്ങ് വായിച്ചു പോകും, അത്ര തന്നെ ഉള്ളൂ. അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. പിന്നെ അത് തിരുത്തി വായിക്കാമായിരുന്നു വേണമെങ്കിൽ. അങ്ങനെ തിരുത്തി വായിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി എന്തൊക്കെയോ തിരുത്തി വായിച്ചു. ദൈവം എന്ന് പറഞ്ഞിട്ട് പിന്നെ സൃഷ്ടാവെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇത് എനിക്കിട്ടുള്ള പണിയാണല്ലോ, ഈ മേനോൻ എനിക്കുള്ള പണിയാണല്ലോ എന്ന് സതീശന് ചിന്തിക്കാമായിരുന്നു. അദ്ദേഹം തിരുത്താൻ പോയില്ല. തിരുത്തി കഴിഞ്ഞാൽ വേറെ വലിയ കോൺട്രവേഴ്സി ഉണ്ടാവും എന്ന് ഓർത്തായിരിക്കും അദ്ദേഹം പറയായിരുന്നത്. പക്ഷേ അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്, അതുകൊണ്ട് അദ്ദേഹം സെക്യുലറാണെന്ന് പറയുമ്പോൾ ഈ ജാതിയുടെ കാര്യത്തിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നോ മാർക്സിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല ഇന്ത്യയിൽ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം നെഹ്റുവിനെ തന്നെ എടുക്കുക. നെഹ്റു ആണല്ലോ ഏറ്റവും വലിയ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്. നെഹ്റുവിന് ജാതിയുള്ള സമീപനം എന്തായിരുന്നു? നെഹ്റു സംവരണത്തിനെതിരായിരുന്നു. സംവരണ വിരുദ്ധനായ ഒരു മനുഷ്യനാണ് ആര്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒരാൾ സംവരണ വിരുദ്ധനാവുക എന്ന് പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലെ അർത്ഥം എന്താണ്? അയാൾ ജാതിവാദിയാണെന്നാണ്. അപ്പോൾ നെഹ്റു സംവരണ വിരുദ്ധനായിരുന്നു എന്ന് പറഞ്ഞാൽ നെഹ്റുവിനും ജാതിയോടുള്ള അപ്രോച്ച് വേറെ ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അയാളിൽ നിന്ന് ജാതി വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളിനും ജാതിയുടെ അംശങ്ങളുണ്ടാവും, എന്നിലും ഉണ്ടാവും, സൈഫിലുണ്ട്, ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക എന്നുള്ളതാണ്, പരമാവധി അതിനെ തള്ളി പറയുക, പരമാവധി അതിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ പോലെ മീൻ കടലിൽ ജീവിക്കുന്ന പോലെ ജാതിയിൽ മനുഷ്യർ ജീവിക്കുന്ന ഈ കാലത്തും ഈ രാജ്യത്തും നമുക്ക് ചെയ്യാവുന്ന കാര്യം, ആ കാര്യത്തിലും ഒരു ജാഗ്രത സതീശനാവുമായിരുന്നു.